നമസ്കാരം. 11ാം പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ ഒരു പാർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചാത്തന്നൂർ മുതൽ കല്ലമ്പലം വരെയാണ്. അപ്പോൾ കൂടുതലൊന്നും പറയില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. NH 66 തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഫുൾ വീഡിയോ അപ്ഡേറ്റുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കഴിഞ്ഞ പാർട്ട് നമ്മൾ ഇവിടെ വെച്ചിട്ടാണ് നിർത്തിയത്. കുറച്ച് ദൂരം തിരുവനന്തപുരം ഭാഗത്തേക്കുള്ള വണ്ടി ഈ ഒരു സൈഡിൽ കൂടെയാണ് കടത്തിവിടുന്നത്. അവിടെ വർക്ക് നടക്കുന്നതുകൊണ്ടാണ് വൺ സൈഡ് വണ്ടികൾ കടത്തിവിടുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും NH 66 കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ച ഇട സൈഡിൽ നല്ല ഫാസ്റ്റായിട്ട് വർക്ക് നടക്കുന്നുണ്ട്. ഇവിടെ മെറ്റൽ വിരിച്ചതായിട്ട് നമുക്ക് കാണാം. മെറ്റൽ വിരിച്ച് കുറേ ദൂരം മുന്നോട്ട് വന്നപ്പോൾ ഇട സൈഡിൽ ടാർ ചെയ്തിട്ടുണ്ട്. അതായത് റോഡിൻ്റെ പകുതി സൈഡിൽ വൺ സൈഡ് ടാർ ചെയ്തിട്ട് കാണാം. അവിടെ മണ്ണിട്ട് ലെവൽ ചെയ്ത്, അതായത് ഉയരത്തിലാക്കിയിട്ട് ടാർ ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ ഇനി ആ സൈഡ് കംപ്ലീറ്റ് ആയതിനു ശേഷം അതുവഴി വരുന്ന വണ്ടികളെയൊക്കെ ആ ഒരു സൈഡിൽ കൂടെ വിട്ടിട്ട് ഇപ്പുറത്തെ സൈഡ് റെഡിയാക്കാനായിരിക്കും പ്ലാൻ. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ കാണുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. ഇടത് സൈഡിൽ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇടത് സൈഡ് വാളിൻ്റെ വർക്ക് നല്ല ഫാസ്റ്റായിട്ട് നടക്കുന്നു. അത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വരുമ്പോഴും നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ച ഇത് തന്നെയാണ്. ഇടത് സൈഡിൽ ഇവിടെ ടാറിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടെ അങ്ങനെ നല്ല ഫാസ്റ്റായിട്ട് വർക്ക് നടക്കുന്നുണ്ട്. ഇവിടെ അങ്ങനെ തന്നെയാണ്. ഇടത് സൈഡിൽ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇവിടെ വലത് സൈഡിലും കൂടെ ടാർ ചെയ്തായിട്ട് കാണാം. രണ്ട് സൈഡിലും ടാർ ചെയ്തായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇതാണ് കാഴ്ച. അതായത് സർവീസ് റോഡിൻ്റെ വർക്ക് തുടങ്ങിയതേ ഉള്ളൂ. പിന്നെ വലത് സൈഡിൽ ഇവിടെ ടാർ ചെയ്തായിട്ട് കാണാം. ഇടത് സൈഡിലാണ് കൂടുതലായിട്ട് വർക്ക് നടക്കുന്നത്. അതുപോലെ വലത് സൈഡിലും വർക്കുണ്ട്. വലത് സൈഡിൽ ടാറിങ്ങൊന്നും ആയിട്ടില്ല, മണ്ണ് ലെവലിംഗ് നടക്കുന്നുണ്ട്. ഇവിടെ അങ്ങനെ തന്നെയാണ്, മണ്ണ് ലെവലിംഗ് ഒക്കെ നടക്കുന്നുണ്ട് രണ്ട് സൈഡിലും. ഇവിടെ വലത് സൈഡിലാണെങ്കിൽ സൈഡ് വാളിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ അങ്ങനെ വർക്ക് തുടങ്ങിയതായിട്ടൊന്നും കാണുന്നില്ല. അപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നതും എങ്ങനെയാണ്, ഇവിടെ വർക്ക് തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്നാൽ ഇവിടെ നോക്കുമ്പോൾ കുറച്ചുകൂടെ വർക്ക് തുടങ്ങിയതായിട്ട് കാണാം. ഇട സൈഡിൽ മണ്ണ് ലെവലിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. വലത് സൈഡിൽ അതുപോലെ തന്നെ മണ്ണ് ലെവലിംഗ് നടക്കുന്നുണ്ട്. ഇവിടെയും ഡ്രൈനേജ് ചാലിൻ്റെയൊക്കെ വർക്ക് ആയിട്ടുണ്ട്, രണ്ട് സൈഡിലും ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വലത് സൈഡിലാണ് കുറച്ച് കൂടുതലായിട്ട് വർക്ക് നടക്കുന്നത്. സൈഡ് വാളിൻ്റെ കോൺക്രീറ്റ് പീസുകൾ അവിടെ അടുക്കി വെച്ചിരിക്കുന്നത് കാണാം വലത് സൈഡിൽ. അതുപോലെ ഈ ഒരു ഭാഗത്തും വർക്ക് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. എന്നാൽ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇവിടെ നല്ല ഫാസ്റ്റായിട്ട് ഇവിടെ വർക്ക് നടക്കുന്നുണ്ട്. ഇവിടെ അണ്ടർ പാസേജിൻ്റെ ഒരു സൈഡ് കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ വലത് സൈഡിൽ വർക്ക് നടക്കുന്നുണ്ട്. ഡ്രൈനേജ് ചാലിൻ്റെയൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു വലത് സൈഡിൽ. ഇവിടെയും വളരെ ഫാസ്റ്റായിട്ട് വർക്ക് നടക്കുന്നുണ്ട്. ബിൽഡിങ്ങുകളൊക്കെ കുറേ ബാക്കിലോട്ടാക്കിയിട്ടുണ്ട്. അവിടെയും പുതിയ കടകളുടെയൊക്കെ വർക്ക് നടക്കുന്നുണ്ട്. അതുപോലെ ഈ ഒരു ഭാഗത്ത് വർക്ക് കുറവാണ്. എന്നാൽ ഇവിടെ നോക്കുമ്പോൾ കാര്യമായിട്ട് വർക്ക് നടക്കുന്നുണ്ട്. രണ്ട് സൈഡിലും കാര്യമായിട്ട് തന്നെ വർക്ക് നടക്കുന്നതായിട്ട് കാണാം. ഇവിടെ രണ്ട് സൈഡിലും കുറച്ച് ഉയരമുള്ള സ്ഥലമാണ്. അതിൻ്റെ മുകളിൽ മണ്ണ് ഇടിച്ചു തുടങ്ങിയായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് ഇവിടെ നോക്കുമ്പോഴും ഇതുപോലെയാണ്. ഈ സൈഡിൽ വലത് സൈഡിൽ ടാറിങ് കുറച്ച് ഇവിടെ നടന്നിട്ടുണ്ട്. എന്നാൽ ഇടത് സൈഡിൽ വർക്ക് നടക്കുന്നുണ്ട്. എന്നാൽ വലത് സൈഡിലും വർക്ക് നടക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ചുകൂടെ കഴിഞ്ഞ് കാണുന്നൊരു കാഴ്ച ഇതാണ്. ഇവിടെ രണ്ട് സൈഡിലും നല്ല ഫാസ്റ്റായിട്ട് വർക്ക് നടക്കുന്നതായിട്ട് കാണാം. വലത് സൈഡിൽ മണ്ണ് ഉയരത്തിൽ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇടത് സൈഡിൽ മണ്ണ് ഫില്ലിങ് നടക്കുന്നുണ്ട്. ഇവിടെ അങ്ങനെ തന്നെയാണ്. രണ്ട് സൈഡിലും മണ്ണ് ഫില്ലിങ് നടക്കുന്നുണ്ട്. നല്ല ഫാസ്റ്റായിട്ട് വർക്ക് നടക്കുന്നുണ്ട്. ഇടത് സൈഡിൽ മണ്ണ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കുമ്പോഴും അങ്ങനെയാണ്. ഇവിടെ ഇടത് സൈഡിൽ മണ്ണ് ഫില്ലിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കിവിടെ കാണുന്നതും അങ്ങനെയാണ്. ഇടത് സൈഡിൽ മണ്ണ് ഫില്ലിങ് കുറച്ച് ഉയരത്തിലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. വലത് സൈഡിലും വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ രണ്ട് സൈഡിലും വർക്ക് നടക്കുന്നുണ്ട്. കൂടുതലായിട്ട് ഇടത് സൈഡിലാണ് നമുക്ക് ഇവിടെ വർക്ക് നടക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നത്. എന്നാൽ ഇവിടെ നോക്കുമ്പോൾ ഇടത് സൈഡ് തന്നെയാണ്. ഇടത് സൈഡിൽ ഇവിടെ ചെറുതായിട്ട് ടാർ ചെയ്തിട്ടുണ്ട്. വലത് സൈഡിൽ മണ്ണ് ലെവലിംഗ് നടക്കുന്നുണ്ട്. ഇടത് സൈഡിൽ ഈ ഒരു ഭാഗത്തും ടാറിങ് തന്നെയാണ്, ടാർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ ഒരു ടാറിങ് അവസാനിച്ചിട്ടുണ്ട്. എന്നാൽ വലത് സൈഡിൽ മണ്ണ് ഫില്ലിങ് നടക്കുന്നുണ്ട്. ഇടത് സൈഡിൽ മണ്ണ് ഫില്ലിങ് നടക്കുന്നുണ്ട്. ഇവിടെ കുറച്ച് നമ്മൾ ഇതുവരെ കണ്ട സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് വർക്ക് നടക്കുന്ന പോലെ തോന്നുന്നുണ്ട്. ഇവിടെയും ഇങ്ങനെ തന്നെയാണ്. രണ്ട് സൈഡിലും വർക്ക് നടക്കുന്നുണ്ട്.
ഡ്രൈനേജ് ചാനലിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. വലത് സൈഡിൽ സർവീസ് റോഡിൻ്റെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ 2 സൈഡിലും മണ്ണ് ഫില്ലിങ് നടക്കുന്നുണ്ട്. ഡ്രൈനേജ് ചാനലിൻ്റെ വർക്ക് ഇവിടെ കഴിഞ്ഞതായിട്ട് കാണാം. ഇവിടെ അങ്ങനെ തന്നെയാണ്. ഇവിടെ സൈഡ് വാളിൻ്റെ കോൺക്രീറ്റ് പീസ് അടുക്കി വെച്ചിരിക്കുന്നതായിട്ട് കാണാം. ഈ ഒരു ഭാഗത്തും ഇട സൈഡിലും മെറ്റൽ വിരിക്കുന്നുണ്ട് ചെറുതായിട്ടൊക്കെ. അതുപോലെ ഇവിടെയും അങ്ങനെ തന്നെയാണ്. ലെവലിങ് നടക്കുന്നുണ്ട്. ലെവലായ സ്ഥലങ്ങളിൽ മെറ്റൽ വിരിച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തും വളരെ ഫാസ്റ്റായിട്ട് വർക്ക് നടക്കുന്നതായിട്ട് കാണാം. ഇവിടെ അങ്ങനെ തന്നെയാണ്. 2 സൈഡിലും വർക്ക് നടക്കുന്നുണ്ട്. ഇതൊരു ചെറിയൊരു ടൗണാണ്. ഇപ്പോൾ ഈ ടൗൺ ഏരിയയിലും നല്ല ഫാസ്റ്റായിട്ട് വർക്ക് നടക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇവിടെ സ്ഥലങ്ങളുടെ പേരൊന്നും വായിക്കാൻ പറ്റാത്തൊരു രീതിയിലാണ് കാണുന്നത്. ഈ സ്ഥലം മനസ്സിലായവർ ഒന്ന് കമൻറ്റ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് വരുമ്പോൾ കാണുന്നൊരു കാഴ്ച ഇതാണ്. ഇവിടെ അധികം വർക്ക് തുടങ്ങിയതായിട്ട് കാണുന്നില്ല. ഇത്രയും ഭാഗം കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോൾ ഇവിടെയൊക്കെ വർക്ക് തുടങ്ങിയിട്ടുണ്ട്. നല്ല രീതിയിൽ വർക്ക് നടക്കുന്നതായിട്ട് കാണാം. മണ്ണ് ഇടിച്ച് ലെവൽ ചെയ്തുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. 2 സൈഡിൽ നല്ല ഫാസ്റ്റായിട്ട് വർക്ക് നടക്കുന്നുണ്ട്. ഇവിടെ അങ്ങനെ തന്നെയാണ്. ഇവിടെയും വർക്ക് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സൈഡിലും അങ്ങനെ തന്നെയാണ്. വർക്ക് തുടങ്ങിയിട്ടുണ്ട്. 2 സൈഡിലും വർക്ക് നടക്കുന്നുണ്ട്. ഇവിടെ അങ്ങനെ തന്നെയാണ്. 2 സൈഡിലും വർക്ക് നടക്കുന്നുണ്ട്. ഇട സൈഡിൽ ഡ്രൈനേജ് ചാനലിൻ്റെ വർക്ക്, അതായത് കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ മണ്ണ് ലെവലിങ് നടക്കുന്നുണ്ട്. വലത് സൈഡിൽ സൈഡ് വാള് അവിടെ കോൺക്രീറ്റ് കഴിഞ്ഞതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ കുറച്ച് സ്ഥലങ്ങളിൽ ടാർ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇട സൈഡിൽ നോക്കുമ്പോൾ ഇവിടെ കുറച്ച് ടാർ ചെയ്തതായിട്ട് കാണാം. അതുപോലെ ഡ്രൈനേജ് ചാനലിൻ്റെ വർക്ക് ഇവിടെ നടക്കുന്നുണ്ട്. കോൺക്രീറ്റ് വർക്ക് നടക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്തും അങ്ങനെ തന്നെയാണ്. വർക്ക് നല്ല ഫാസ്റ്റായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വലത് സൈഡിൽ കുറച്ച് ദൂരം ടാർ ചെയ്തായിട്ട് കാണാം. അതായത് പണി പൂർത്തിയാകുന്ന സ്ഥലങ്ങളെല്ലാം കൃത്യമായിട്ട് ടാർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഫുൾ വർക്കും കഴിഞ്ഞ് പോവുകയാണ്. അപ്പോൾ വർക്ക് കഴിഞ്ഞ സ്ഥലങ്ങൾ അവർ യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഇടത് സൈഡ് നോക്കുകയാണെങ്കിൽ ഇവിടെ ടാറിങ് ചെയ്തിട്ടുണ്ട്. അതുപോലെ മെറ്റൽ വിരിച്ചതായിട്ട് കാണാം. ഇവിടെ വലത് സൈഡിൽ മണ്ണ് ഇടിച്ച് ലെവൽ ചെയ്തിട്ട് സൈഡ് മണ്ണ് ഇടിച്ച് ലെവലിങ് നടക്കുന്നുണ്ട്. അതേപോലെ ഈ ഒരു സ്ഥലത്തും അങ്ങനെ തന്നെയാണ്. മണ്ണ് ഇടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ലെവലിങ് നടക്കുന്നുണ്ട്. ഇവിടെ 2 സൈഡിലും ഡ്രൈനേജ് ചാനലിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. ഈ ഒരു സ്ഥലത്തും ഇവിടെ നിന്ന് നല്ല രീതിയിൽ നമുക്ക് ആ ഒരു സ്ഥലം ഒന്ന് കാണാൻ പറ്റുന്നുണ്ട്. റോഡ് നല്ല സ്ട്രൈറ്റ് ആണ്. ഈ ഒരു ഇത്രയും ഭാഗം ഇവിടെ 2 സൈഡിൽ ഡ്രൈനേജ് ചാനലിൻ്റെ വർക്ക്, അതായത് കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മണ്ണ് ഫില്ലിങ് നടക്കുന്നുണ്ട്. ഈ ഒരു സ്ഥലത്ത് ഇവിടെ ഇങ്ങനെ വളരെ ഫാസ്റ്റായിട്ട് വർക്ക് നടക്കുന്ന ഒരു ഏരിയയാണ് ഇവിടെ. ഇവിടെ ഇടത് സൈഡിലാണെങ്കിൽ മണ്ണ് ഫില്ലിങ് നടക്കുന്നുണ്ട്. ലെവലിങ് നടക്കുന്നുണ്ട്. പല സൈഡിലും സൈഡ് വാളിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. ഇവിടെ 2 സൈഡിലും നല്ല ഫാസ്റ്റായിട്ട് തന്നെ വർക്ക് നടക്കുന്നുണ്ട്. മണ്ണ് ഇടിച്ച് മാറ്റി ലെവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സ്ഥലമൊക്കെ. ചെറുതായിട്ട് റോഡ് ചെറിയ കുഴിയുണ്ട്. ക്യാമറ നല്ല രീതിയിൽ ഇവിടെയും ഷാക്ക് ചെയ്യുന്നുണ്ട്. ഈ ഭാഗത്ത് ഇങ്ങനെ തന്നെയാണ്. നല്ല ഫാസ്റ്റായിട്ട് വർക്ക് നടക്കുന്നുണ്ട്. മണ്ണിടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയും. അത് കഴിഞ്ഞ് നോക്കുമ്പോഴും ഈ ഒരു കാഴ്ച തന്നെയാണ്. 2 സൈഡിലും വർക്ക് നല്ല ഫാസ്റ്റായിട്ട് ഇവിടെ നടക്കുന്നുണ്ട്. നല്ല ഫാസ്റ്റായിട്ട് തന്നെ ഇവിടെ ഇടത് സൈഡിൽ മണ്ണ് ലെവലിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ഉയരത്തിലാണ് ഇവിടെ മണ്ണ് ലെവലിങ് നടക്കുന്നത്. ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് തന്നെയാണ് വർക്ക് നടക്കുന്നത്. അപ്പോൾ ഇവിടെ ഫ്ലൈ ഓവറോ പാലമാണ്. അപ്പോൾ അതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു സ്ഥലത്ത്. അത് കഴിഞ്ഞും കുറച്ച് ദൂരം കഴിഞ്ഞ് നോക്കുമ്പോഴും ഇവിടെ വർക്ക് തുടങ്ങിക്കഴിഞ്ഞു. വലത് സൈഡിൽ ഡ്രൈനേജ് ചാനലിൻ്റെ വർക്ക് ഇവിടെ നടക്കുന്നുണ്ട്. കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ ഒരു ഭാഗത്ത് മണ്ണ് ഇടിച്ച് തുടങ്ങിയിട്ടില്ല. നമ്മളിപ്പോൾ കല്ലമ്പലം ടൗണിലേക്കാണ് അടുത്തുകൊണ്ടിരിക്കുന്നത്.
എന്നാൽ ഇവിടെ നല്ല ഫാസ്റ്റായിട്ട് ഇവിടെ വർക്ക് നടക്കുന്നുണ്ട്. മണ്ണ് ലെവലിൽ നടക്കുന്നുണ്ട്. സൈഡ് നല്ല രീതിയിൽ വർക്ക് നടക്കുന്നുണ്ട്. ഇവിടെ വലത് സൈഡിലാണ് കൂടുതലായിട്ട് വർക്ക് നടന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ മണ്ണ് ഇടിച്ച് തുടങ്ങിയതേ ഉള്ളൂ. എന്നാൽ ഇട സൈഡിൽ ഡ്രൈനേജ് ചാനലിൻ്റെ വർക്ക് അവിടെ കഴിഞ്ഞിട്ടുള്ളതായിട്ട് നമുക്കിവിടെ നിന്ന് കാണാം. ഇവിടെയും വളരെ ഫാസ്റ്റായിട്ട് തന്നെയാണ് വർക്ക് നടക്കുന്നത്. രണ്ട് സൈഡിലും വർക്ക് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇട സൈഡിൽ ഒരു അണ്ടർ പാസേജ് ഉണ്ട്, അതിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. ഇവിടെ അങ്ങനെ തന്നെയാണ്, നല്ല ഫാസ്റ്റായിട്ട് ഇവിടെ വർക്ക് നടക്കുന്നുണ്ട്. പല സൈഡിലും ഇട സൈഡിലും മണ്ണ് ഫില്ലിങ് നടക്കുന്നുണ്ട്. ഇവിടെ അങ്ങനെ തന്നെയാണ്, നല്ല ഫാസ്റ്റായിട്ട് ഇവിടെ വർക്ക് നടക്കുന്നുണ്ട്. ഇപ്പോഴും മണ്ണ് ഇടിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം. ഇവിടെ എങ്ങനെയാണ് നല്ല ഫാസ്റ്റായിട്ട് ഇവിടെ വർക്ക് നടക്കുന്നുണ്ട്. ഇവിടെയും വർക്ക് തുടങ്ങിക്കഴിഞ്ഞു. ഡ്രൈനേജ് ചാനലിൻ്റെ വർക്ക് തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു ഭാഗത്തും അങ്ങനെ തന്നെയാണ്, വർക്ക് നല്ല രീതിയിൽ തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ ഇട സൈഡിലും കുറച്ച് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, അവിടെയും വർക്ക് തുടങ്ങിക്കഴിഞ്ഞു. വലത് സൈഡിൽ മണ്ണ് ഇടിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നല്ല സ്ട്രൈറ്റ് ഹൈവേ ആണ്, നമുക്ക് കുറേ ദൂരം ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ഭാഗത്തും നല്ല ഭംഗി തന്നെ വർക്ക് നടക്കുന്നുണ്ട്. രണ്ട് സൈഡിലും മണ്ണിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് ഇടത് ഭാഗം ചേർന്നാണ് ഈ ഒരു സൈഡിൽ കൂടെ ഹൈവേ കടന്നു പോണത്. പിന്നെ ഇവിടെ ഒരു അണ്ടർ പാസേജ് ഉണ്ട്, അതിൻ്റെ വൺ സൈഡ് കോൺക്രീറ്റ് കഴിഞ്ഞതായിട്ട് കാണാം. ഈ ഒരു സ്ഥലമൊക്കെ നമ്മൾ കല്ലമ്പലം ടൗണിലോട്ട് അടുത്തുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. ഇവിടെയൊക്കെ നമുക്ക് നേരത്തെ പെട്ടെന്ന് മനസ്സിലാവുമായിരുന്നു. ഇപ്പോൾ ആ സ്ഥലമൊക്കെ നമുക്ക് മനസ്സിലാവാൻ പറ്റാത്ത രീതിയിലോട്ട് മാറിക്കഴിഞ്ഞു. രണ്ട് സൈഡിലും ഒരുപാട് മാറ്റങ്ങളായിപ്പോയി. ഈ ഒരു സ്ഥലം പോലും തിരിച്ചറിയാൻ പറ്റാത്തൊരു കണ്ടീഷനിലോട്ട് മാറിക്കഴിഞ്ഞു. ഇവിടെ രണ്ട് സൈഡിലും മണ്ണ് ലെവലിങ് നടക്കുന്നുണ്ട്. വളരെ ഫാസ്റ്റായിട്ട് മണ്ണ് നിരത്തുന്നുണ്ട് ഇവിടെയൊക്കെ. ഇവിടെ അങ്ങനെ തന്നെയാണ്, രണ്ട് സൈഡിലും വർക്ക് തുടങ്ങിക്കഴിഞ്ഞു. താഴെ ഇടത് സൈഡിൽ താഴെയായിട്ട് അവിടെയും വർക്ക് തുടങ്ങിയതായിട്ട് നമുക്ക് കാണാം. ഇവിടെ അങ്ങനെ തന്നെയാണ്, ഇവിടെയും വർക്ക് തുടങ്ങിക്കഴിഞ്ഞു. മണ്ണ് ലെവലിങ് നടക്കുന്നുണ്ട്. ഈ ഒരു സ്ഥലവും ഇങ്ങനെ തന്നെയാണ്, മണ്ണ് ഇട്ട് ഫില്ലിങ് നടക്കുന്നുണ്ട്. ഇവിടെയും വർക്ക് തുടങ്ങിക്കഴിഞ്ഞു. ഇവിടെയും ഡ്രൈനേജ് ചാനലിൻ്റെ കോൺക്രീറ്റൊക്കെ നടക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്തും ഇടത് സൈഡിൽ കോൺക്രീറ്റ് കഴിഞ്ഞതായിട്ട് കാണാം. ഇവിടെയും ഫാസ്റ്റായിട്ട് തന്നെ വർക്ക് നടക്കുന്നുണ്ട്. ഇതൊരു ടൗൺ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പോലും ഈ ടൗണിൻ്റെ സൈഡിൽ ഈ തിരക്കിൻ്റെ ഇടയിൽ നല്ല ഫാസ്റ്റായിട്ട് തന്നെ, അതായത് വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു ഭാഗത്തും വർക്ക് നടക്കുന്നുണ്ട്. നമ്മൾ ഏകദേശം കല്ലമ്പലം ടൗൺ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ടൗണിൻ്റെ സൈഡിൽ പോലും ശരിക്കും ഇവിടെ അല്ലെങ്കിൽ കുറച്ച് വീതിയുള്ള റോഡാണ് ഈ ഒരു ഭാഗത്തും. ഇവിടെയും ചെറുതായിട്ട് വർക്ക് നടക്കുന്നുണ്ട്. വലത് സൈഡൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഈ ഒരു പാർട്ട് ഈ ഒരു സ്ഥലത്ത് വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത പാർട്ടിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. NH66 ഫുൾ അപ്ഡേറ്റുകൾക്കായിട്ട് ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ കാണുന്നവർക്ക് ആർക്കെങ്കിലും സ്ഥലങ്ങളുടെ പേര് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത പാർട്ടിൽ നമുക്ക് വീണ്ടും കാണാം.